അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ എങ്ങനെ കുഴിമന്തി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു 1/2 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. ശരിക്കും ബസ്മതി റൈസാണ് വേണ്ടത്, പക്ഷെ ബസ്മതി റൈസ് ഇല്ലാത്തതുകൊണ്ട് സാധാ റൈസ് എടുത്തേ ഉള്ളൂ, സാധാ നെയ്ച്ചോറിൻ്റെ റൈസ് എടുത്തേ ഉള്ളൂ. പിന്നെ 1/2 കിലോ ചിക്കൻ, ഇത് 1/2 കിലോ റൈസിന് 1/2 കിലോ ചിക്കൻ എന്ന അളവിലാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, അല്പം കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ അല്പം മഞ്ഞളും, പിന്നെ ഒരു മാഗി കട്ടയുടെ കുറച്ച് മാറ്റി വെച്ചത്. അടുപ്പത്തൊരു കുക്കർ വെച്ച് ഗ്യാസ് വെക്കുക. എന്നിട്ട് വെള്ളം വറ്റുമ്പോൾ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറുവപ്പട്ട, ഏലക്കായും ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത അരിയുടെ അളവിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി കൊടുക്കാം. ഇത് ഇനി ഒറ്റൊരു വിസിൽ അടുപ്പിക്കുക. അപ്പോഴേക്കും ഇതൊരു ഹാഫ് വേവായി കിട്ടും. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടിയും ഉപ്പും മാഗിക്കട്ടയും ഗരം മസാലയും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഇട്ട് ആ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. നമ്മുടെ റൈസ് ഇപ്പം ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ആ ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നികക്കി ഒന്ന് ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഹാഫ് വേവാക്കി വെച്ച ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നികത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾ ഇവിടെ ചാലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിൽ ലേശം കനൽ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒന്ന് പുകയാൻ. ഇതൊക്കെ ചെറുതായിട്ട് പുക വരുന്നുണ്ട്. ഇനി അത് പെട്ടെന്ന് തന്നെ ആ പുക പോകാണ്ട് ഒന്ന് അടച്ചെടുക്കുക. ഇനി അത് നേരെ സ്റ്റൗ വെച്ചിട്ട് അതിലേക്ക് വെക്കുക. എന്നിട്ട് ഇത് ഒരൊറ്റ വിസിൽ അടുപ്പിക്കുക. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. നമ്മുടെ കുഴിമന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ കനലൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ ചോറ് മാത്രം വേറൊരു ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ ഫുൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തത് ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടെ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മയോണീസും സോസും അതേപോലെ സലാഡും ഒക്കെ കൂട്ടി തിന്നാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും ഒന്ന് കമൻ്റായിട്ടും രേഖപ്പെടുത്തുക.